ഹലോ യൂട്യൂബ്, ഞാനിന്ന് രണ്ട് പുതിയ റൂട്ടുകൾ, അത്ര പുതിയതെന്നല്ല, സ്ഥിരമായി യാത്ര ചെയ്യാത്തവർക്ക് അത്ര പരിചിതമല്ലാത്ത രണ്ട് റൂട്ടുകൾ. അതിൽ ഒരു റൂട്ട് കുട്ടിക്കാനത്ത് നിന്ന് നമ്മൾ പരുന്തുംപാറ വരിക, പരുന്തുംപാറ സത്രത്തിലേക്ക് വന്ന വഴിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ പഴയ റൂട്ടിലുള്ള അവിടെ ചെറിയൊരു ചെക്ക് ഡാമാണ്. ആ ചെക്ക് ഡാമിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര ഭംഗി അവിടെ കാണാം, ഒരു രക്ഷയില്ല ഭാഗമൊക്കെ. ഞാൻ ആ ലാസ്റ്റ് വീഡിയോയിൽ ഒരു വർഷം മുമ്പത്തെ വീഡിയോയ്ക്ക് വ്യക്തമായിട്ട് കാണാം. ഭയങ്കര രസമാണ് ആ സമയത്ത് നിൽക്കാൻ. ഈ ഏരിയയ്ക്ക് മാറ്റമൊന്നുമില്ല, പക്ഷേ ഇങ്ങോട്ടുള്ള റോഡ് ശരിക്കും പൊട്ടിപ്പൊളിഞ്ഞൊരു പരുവായി. ഞാൻ കാണിക്കുന്നത് അതിൻ്റെ പുതിയ റൂട്ടാണ്. പഴയ റോഡ് ഓൾറെഡി അവിടെ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഒരു വർഷം മുമ്പ് ഇട്ടിട്ടുമുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായ റോഡാണ്, സ്ഥലമാണ്, ഒക്കെയാണ്. പക്ഷേ റോഡ് ഇപ്പം വീണ്ടും മോശമായി. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് അങ്ങോട്ടേക്ക് പോകാതെ അതിന് മുമ്പ് തന്നെ വലത്തേക്ക് പോകുന്ന പുതിയ ഈ അടുത്ത കാലത്ത് ഓപ്പണായുള്ള സൂപ്പറായ റോഡുണ്ട്. ഇതാണ് ഈ പുതുതായിട്ട് ഓപ്പണാക്കിയ റോഡ്. സാധാരണ നമ്മൾ ആ റൂട്ടിലൂടെ നേരെ താഴോട്ട് പോയിട്ടാണ് വലത്തേക്കൊരു വഴി തിരിയും. സത്രമൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. അപ്പം ഞാൻ ആ റൂട്ടിൽ കൂടെയാണ് എപ്പോഴും വണ്ടിപ്പെരിയാർ പോകുന്നത്. കാഴ്ചകളെല്ലാം കണ്ട് ഈ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി. ദൂരെ കൂടാണോ ഇല്ലയോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. കുറച്ച് നാൾക്ക് മുമ്പ് ഈ റൂട്ടിൽ കടുവ ഇറങ്ങിയ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, പരുന്തുംപാറ താഴോട്ട് വരുന്ന വഴിക്ക്. അതുപോലെ തന്നെ പുലിയെല്ലാം അത്യാവശ്യം സാന്നിധ്യമുള്ള സ്ഥലമാണ്. അപ്പോൾ രാത്രിയിലൊക്കെ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ പോയാൽ കൊള്ളാം. ഈ റൂട്ടിൽ ആൾതാമസം ഒന്നും തന്നെ ഇല്ല. അതായത് റോഡിൻ്റെ ഇരു സൈഡുകളിലും വീടുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പകരം മുഴുവൻ നല്ല ലോങ് സ്ട്രെച്ച്, ഇരു സൈഡും തേയിലക്കാട്, തേയിലത്തോട്ടം. പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാന്ന് തോന്നുന്നു, വല്ലപ്പോഴും ജീപ്പിലോ ഒക്കെ പാസ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ ഒന്നോ രണ്ടോ വല്ലപ്പോഴും ഒരു ബൈക്ക് വരും. അല്ലാതെ വളരെ കാം ആൻഡ് ക്വയറ്റായ ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ബൈക്ക് റൈഡിങ്ങിന് പറ്റിയ സ്ഥലം. പിന്നെ ഇങ്ങനെയൊക്കെ വരുന്നവർ ഇത്തരം റൂട്ടുകൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അത് നശിപ്പിക്കാതെ വൃത്തികേടാക്കാൻ നോക്കാമെന്ന് ഒറ്റ ഇതേ ഉള്ളൂ. അധികം ദൂരമൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം ദൂരമുണ്ട് താനും. കുറച്ച് കിലോമീറ്ററോളം നമുക്ക് മനസ്സമാധാനത്തോടെ ബൈക്കിൽ യാത്ര ചെയ്യാം. ഇറങ്ങും കയറി നിന്നും ഇരുന്ന് സമാധാനത്തോടെ ആസ്വദിച്ച് സമയം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പം നിലവിൽ ചൂടാണ്, പക്ഷേ ആ മഴക്കാലം വരുന്ന ജൂൺ മുതൽ അടുത്ത ജനുവരി ഫെബ്രുവരി വരെ ഇവിടുത്തെ ക്ലൈമറ്റ് ഈ ഒരു റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്യായമായിരിക്കും. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ആളും അനക്കമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സമാധാനം തരുന്നത്. ഈ ഒരു റൂട്ട് മുന്നോട്ട് പോകുമ്പോൾ ചെന്ന് ചേരുന്നത് നേരത്തെ പഴയ റോഡിലേക്കാണ്. അതായത് പഴയ പരുന്തുംപാറ അരണക്കൽ സത്രം റോഡിലേക്കാണ് ചെന്ന് കയറുന്നത് തന്നെ. ആ റോഡ് ഇപ്പം മോശമായി. ഞാൻ അതിനിടയ്ക്കൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അധികം നാളായിട്ടില്ല ഈ റോഡ് ഇത്രയും വികസിപ്പിച്ചെടുത്തു കേട്ടോ. ഞാൻ മിക്കവാറും ഇതിൽ വന്നിട്ടുള്ള അന്നൊന്നും ഈ വഴി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. ഇങ്ങോട്ടേക്ക് റോഡ് ഇല്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഇത് ഓപ്പണായത്. യാത്രയോട് പോയിട്ടുള്ളവർക്ക് അറിയാം. നോക്കി ശരിക്കും ആ ഒരു വൈബാണ്. നോക്കിയാൽ ലോങ് ആ റോഡ് കാണാം, ലേക്ക് കാണാം. തണുപ്പ് അത്യാവശ്യം ഉണ്ടെന്നേ ഉള്ളൂ. ഈ വേനൽക്കാലം കഴിയുമ്പോഴത്തേക്കെല്ലാം സെറ്റാവും. കിടിലമായിട്ടുണ്ട്. മൂന്നാർ വൈബാണ് ഈ ഭാഗം മൊത്തം കിട്ടുന്നത്. നമ്മൾ മൂന്നാർ പോയ എഫക്റ്റ്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് റോഡിൽ കൂടെ പോയാൽ എങ്ങനെയാണ് ആ ഒരു മൂടാണ് ശരിക്കും. മൂടും നല്ല വ്യൂ മൊത്തം അങ്ങനെ ഇവിടുത്തെ കയറ്റത്തിലൂടെ പോയി നമ്മൾ നല്ല താഴോട്ട് ഇറങ്ങി വട്ടങ്ങ് നല്ല സ്ട്രെച്ചിങ് ഇങ്ങനെ കിടക്കും. ആളുകൾ ഈ റൂട്ട് ശരിക്കും കണ്ടറിഞ്ഞ് ഇതിലെ വന്ന് ആസ്വദിച്ചൊക്കെ പോകുന്ന കൊള്ളാം. പക്ഷേ അത് വൃത്തികേടാക്കി കുളമാക്കായിരുന്നു. അപ്പോൾ ഇപ്പം ഒരു ചപ്പയോർ ഒന്നും ഇവിടെ കാണാനില്ല. പിന്നെ പണ്ടൊക്കെ ആ ഓപ്പോസിറ്റ് സൈഡ് വഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കുവാൻ ഇതൊക്കെ എങ്ങോട്ടായിരിക്കും, എന്തായാലും ഒരിക്കലും ഇത് വരാൻ പറ്റുന്ന വിചാരിച്ചിരുന്നേ ഇല്ല. ഇങ്ങനെ വഴി ഓപ്പൺ ആവണം, അതിൽ വരാൻ പറ്റും. സാധാരണ നമ്മളാണ്ട് അതിലെ ഇങ്ങോട്ട് വരുന്നത് പരുന്തുംപാറന്ന് ആ റൂട്ടിൽ അവിടെ ഒരു കനാലൊക്കെ ഉണ്ടല്ലോ, ഒരു ചെറിയ ചെക്ക് ഡാമൊക്കെ ഉണ്ട്. ആ ഡാമൊക്കെ കണ്ട് ആ റൂട്ട് വഴി ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് നമ്മൾ സത്രത്തിലേക്കും അതിലേക്കൂടെ അങ്ങോട്ട് വണ്ടിപ്പെരിയാറിനും പോകുന്നത്. ഇതിപ്പോൾ കൊണ്ട് ഇപ്പോൾ നമ്മൾ പുറകിൽ നിന്ന് വന്നു. അവിടുത്തെ വഴിയൊക്കെ മോശമാണ്, ആ ഒരു പ്രശ്നം ഇപ്പോൾ ഇല്ല. അതുപോലെ ഇതിങ്ങനെ നല്ല നീളത്തിൽ ഈ ഒരു ലേക്ക് ഭാഗം കിടക്കുന്നത് നല്ല ഭംഗി കാണാം. അതൊക്കെ മിസ്സാവും. പകരം ഈ ഒരു നല്ല റോഡിൽ കൂടെ വരാം എന്നുള്ളതേ ഉള്ളൂ. ഇവിടുന്ന് ആ അടുത്ത സൈഡുകൾ കാണുന്ന ആ റോഡ് വഴി അങ്ങോട്ട് പോകുന്നത് ഞാൻ ആദ്യം കാണിച്ച ആ ചെക്ക് ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോകും. പക്ഷെ വഴിയെല്ലാം മോശമായി തുടങ്ങി വീണ്ടും. എങ്ങനെയാണോ അങ്ങനെ മോശമായി തുടങ്ങി ഒരു പിടുത്തമില്ല. അല്ല, ഭയങ്കര രസമുള്ള റൂട്ടാണ് ഈ രണ്ട് റൂട്ട്. സ്കൂട്ടറും ബൈക്കിനും ഒക്കെ വരുന്നവർക്ക് അത്രയും കുണ്ടും കുഴിയൊന്നും പ്രശ്നമല്ലാത്തവർക്കൊന്നും ഇതൊന്നും ഒരു ഇഷ്യൂ അല്ല. കാറിലൊക്കെ പോകുമ്പോൾ മറ്റേ റോഡ് ഇച്ചിരി പ്രശ്നമാണ്. അതിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാറിൽ പോകുന്നവർ ദയവ് ചെയ്ത് പഴയ റൂട്ടിൽ പോകാതിരിക്കുക. പകരം പരുന്തുംപാറയിൽ നിന്ന് ഈ പുതിയ റൂട്ട് വഴിയാണ്. ഭയങ്കര രസമാണ് മഴക്കാലത്ത് ഈ ഒരു പോർഷൻ കാണാൻ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ. നല്ല ഫോഗിയായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഞാൻ ഇതിലെ വന്നിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ ഒരു വൈബ് ഇപ്പോൾ ഇല്ല. എങ്കിലും സന്ധ്യയായപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഇവിടെ. ഇതാണ് അരണക്കല്ല്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയാൽ സത്രം ചെല്ലും, ലെഫ്റ്റിലേക്ക് പോയാൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ്റെ അതിലേക്ക് കൂടെ ചെന്ന് നമ്മൾ കേക്ക റോഡിൽ ചാടും. അവിടുന്ന് നേരെ കുമ്പളി തേക്കടി പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ റൂട്ട്. പരുന്തുംപാറയിൽ നിന്ന് നേരെ മുന്നോട്ട് താഴോട്ടിറങ്ങി പോവുക, വലത്തോട്ട് കാണുന്ന നല്ല പുതിയ റോഡിൽ കൂടെ യാത്ര ചെയ്യുക. എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഗോയ്സ്, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കുമളി റോഡിൽ നിന്ന് കേക്ക റോഡിൽ കുമളി റോഡിൽ നിന്ന് നമ്മൾ ചെങ്കര എന്ന സ്ഥലമുണ്ട്. കട്ടപ്പന ഭാഗത്തോട്ട് അങ്ങോട്ട് പോകുന്നതായിട്ടാണ് എൻ്റെ ഒരു അറിവ്.
അപ്പോൾ അതിൻ്റെ യാത്രയാണ് നാളത്തേക്ക്. ഇന്ന് ഞാൻ തൽക്കാലം വണ്ടിപ്പേർ എവിടെയും പോയി സ്റ്റേ ചെയ്യും. അപ്പം ആ യാത്ര അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.